ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതെന്താണെന്നല്ലേ, കഴിഞ്ഞ കുറേ പബ്ലിക് ലൈവുകളിലും ആപ്പ് ലൈവുകളിലും നിങ്ങൾ കണ്ടിന്യൂസ്ലി എന്നോട് ചോദിച്ച കാര്യമാണ്. സാർ, NCERT ടെക്സ്റ്റ് ബുക്കിനപ്പുറം ഞങ്ങൾക്ക് കോൺസെപ്റ്റുകൾ റെഫർ ചെയ്യാനും കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ഏതെങ്കിലും ഒരു മെറ്റീരിയൽ സജസ്റ്റ് ചെയ്യാവോ? സോ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ കാര്യം, മക്കളെ കാത്തിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒരു കിടിലൻ മെറ്റീരിയൽ എന്തായാലും വന്നിരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഹാപ്പി ന്യൂസും. സൈലത്തിൻ്റെ ക്ലാസ് 12 CBSEയുടെ മെറ്റീരിയൽ സൈലം ലോഞ്ച് ചെയ്തിരിക്കുന്നു. സോ ഫിസിക്സിൻ്റെ മെറ്റീരിയലിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിനകത്ത് എങ്ങനെയാണ് കോൺസെപ്റ്റുകൾ ഉള്ളത്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആ പുസ്തകത്തിനകത്തുണ്ട്, എത്രത്തോളം PYQs അവിടെ സോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ അനലൈസ് ചെയ്യാം. സോ ഇതുപോലുള്ള ഒരു കവർ പേജ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. വളരെ കളർഫുൾ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതിനകത്തുള്ള കാര്യങ്ങൾ. സോ ഒന്നാമത്തെ പേജ് നിങ്ങൾ തുറന്നു നോക്കി കഴിഞ്ഞു വെച്ചാൽ ആ പുസ്തകം ഉൾക്കൊള്ളുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, ചാപ്റ്റർ വൈസ് എല്ലാ കോൺസെപ്റ്റുകളും അതിനകത്തുണ്ട്. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പിക് വൈസ് എല്ലാ കോൺസെപ്റ്റുകളും വളരെ ക്രിസ്പായിട്ട് ഈ പുസ്തകം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. സിമിലർലി അടുത്ത കാര്യം, NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസും ഈ പുസ്തകത്തിനകത്തുണ്ട്. അതിനുശേഷമുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ PYQ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കംപ്ലീറ്റ്ലി സോൾവ് ചെയ്തിട്ട് ഈ പുസ്തകത്തിനകത്ത് ടോപ്പിക് വൈസ് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോക്ക് ടെസ്റ്റുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിനകത്തുണ്ട്. ഇതൊക്കെ ഉണ്ട് എന്നല്ലാതെ ഇത് എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്ന കാര്യം അറിയാൻ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും. സോ അതിലോട്ടാണ് കടക്കാൻ പോകുന്നത്. സോ ഇത്തരം ഒരു ഇൻഡെക്സ് പേജ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഉറപ്പായും ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് എഴുതിയ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ടറി പേജ് ആയിരിക്കും നിങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല ഈ പുസ്തകത്തിനകത്ത്. മറിച്ച് നിങ്ങൾക്ക് തുറന്ന ഉടനെ കാണാൻ സാധിക്കുന്നത് 2025 CBSE ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കംപ്ലീറ്റ് സോൾവ്ഡ് സൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കാരണം പല കുട്ടികളും എത്ര മെറ്റീരിയൽ റെഫർ ചെയ്താലും എത്ര പുതിയ മെറ്റീരിയൽ നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു സൊല്യൂഷൻ കാണാൻ സാധിക്കില്ല. എല്ലാം ഉള്ളത് ഏറ്റവും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സൊല്യൂഷൻ ആയിരിക്കും. പക്ഷേ ഏറ്റവും റീസെന്റ് ആയിട്ട് ഈ കഴിഞ്ഞ 2025 ബോർഡ് എക്സാമിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഈ പുസ്തകത്തിന്റെ തുടക്കത്തിലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2025 മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ 2024ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷനും ഈ പുസ്തകം തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. സോ അത് തിരഞ്ഞ് നിങ്ങൾക്ക് മറ്റൊന്നും റെഫർ ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇനിയാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലോട്ട് നമ്മൾ കിടക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം. റൈറ്റ്, ഓക്കെ. സോ നമുക്കറിയാം ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് ആണ്. സോ ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം കാണാൻ സാധിക്കും. അഥവാ ലിസ്റ്റ് ഓഫ് കോൺസെപ്റ്റുകൾ എന്നൊരു കാര്യം കാണാൻ സാധിക്കില്ലേ? അതിന് മുകളിലായിട്ട് ഒരു ടൈറ്റിൽ ഉണ്ട്, അഥവാ സിലബസ് ആൻഡ് വെയിറ്റേജ്. നമ്മുടെ ഈ ചാപ്റ്ററിനകത്തുള്ള ഓരോ ടോപ്പിക്കുകളിൽ നിന്നും എത്ര മാർക്കിനാണ് മുൻ വർഷങ്ങളിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഏത് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ ആണ് ഫസ്റ്റ് പേജിൽ തന്നെ ഈ പുസ്തകം സൈലത്തിൻ്റെയും മെറ്റീരിയൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. കാരണം പല കുട്ടികളും ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുന്നത് ബ്ലൈൻഡ്ലി ഇതിൽ നിന്ന് ഇത്ര മാർക്ക് വരും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ ഒരു ഒതന്റിക്കലായ എക്സ്പ്ലനേഷൻ ആണ് ഈ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നത്. അഥവാ ഓരോ ടോപ്പിക് അടിസ്ഥാനത്തിൽ എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്, ഏതുതരം ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്, കേസ് സ്റ്റഡി ഓറിയന്റഡ് ആണോ, MCQ ഓറിയന്റഡ് ആണോ, 3 മാർക്ക് ഓറിയന്റഡ് ആണോ എന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വിശദമായി തന്നെ നിങ്ങളുമായിട്ട് കൺവേ ചെയ്യുന്നത് ഈ പുസ്തകം. അടുത്ത കാര്യം, നെക്സ്റ്റ് വൺ. ഇനി നമുക്ക് അതിനുശേഷമുള്ളതൊരു മൈൻഡ് മാപ്പാണ്, അഥവാ കോൺസെപ്റ്റ് മാപ്പ്. സൈലത്തിന്റെ മൈൻഡ് മാപ്പ് പോലെ തന്നെയാണ് കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത്. അഥവാ ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളെല്ലാം, ഫോർമുലാസ് എല്ലാം ഒരു ഷീറ്റ് ഓഫ് പേപ്പറിനകത്ത് ഒതുക്കുന്ന കാര്യമാണ് ഈ കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി പഠിച്ചൊരു കുട്ടിക്ക് ഇത് വളരെ ഈസി ആയ ഒരു റിവിഷൻ മെറ്റീരിയലാണ്. കാരണം എക്സാമിന്റെ തലേനാളൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു പുസ്തകം ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുസ്തകം റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആവണമെന്നില്ല. കാരണം നമുക്ക് 14ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. 14 ചാപ്റ്റേഴ്സിലും ഇഷ്ടം പോലെ പേജുകളുമുണ്ട്, അത്രത്തോളം ഡെറിവേഷൻസും ഉണ്ട്, ഫോർമുലാസും ഉണ്ട്, കോൺസെപ്റ്റുകളും ഉണ്ട്. ഇതെല്ലാം തലേനാളത്തെ കുറച്ച് സമയം കൊണ്ട് ബ്രഷപ്പ് ചെയ്തെടുക്കുക, റിവൈസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ അത്രത്തോളം തന്നെ എഫക്റ്റീവ് അല്ല, പോസിബിൾ അല്ല. സോ ആ മൊമെന്റിൽ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായ റിവിഷൻ മെറ്റീരിയൽ ആണ് ഈ കോൺസെപ്റ്റ് മാപ്പ് അഥവാ മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നെക്സ്റ്റ് വൺ ചാപ്റ്ററിന്റെ ടോപ്പിക്കുകളിലോട്ട് കിടക്കുകയാണ്. ഇവിടെ 1 എന്ന് പറയുന്നുണ്ട്.
ഒന്നേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടോപ്പിക് ഓറിയന്റഡ് ആയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ചാർജ് എന്തൊക്കെയാണ്, ഇലക്ട്രിക് ചാർജിനെ പറ്റിയുള്ള ഡാറ്റാസ് അവിടെയുണ്ട്. കുളംസ് ലോ എന്താണ്, കുളംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഇൻട്രൊഡക്ടറി ടോപ്പിക്കിനകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ആ കോൺസെപ്റ്റ് നമ്മൾ സെറ്റാക്കി എടുത്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം വരുന്നത് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. അല്ലാതെ നേരിട്ട് ക്വസ്റ്റ്യൻസിലോട്ടല്ല കടക്കുന്നത്. ഈ കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കിയ കുട്ടി അടുത്തതായിട്ട് കാണുന്നത് ആ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയ പ്രധാനപ്പെട്ട ഫോർമുലാസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഫോർമുലാസിന് താഴെ കുറച്ച് കമ്പാരിസൺ കാര്യങ്ങളൊക്കെ ടേബിളർ ആയിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല കുട്ടികളും ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഇതൊക്കെ ഞങ്ങൾ എവിടെയാണ് റിയൽ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതൊക്കെ ഉപകാരമാണോ? പ്ലസ് ടുവിന് ശേഷം ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പലരും ആലോചിക്കാറുണ്ട്. സോ കുറച്ചുകൂടി റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തായിട്ട് ഈ പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി അത്തരത്തിൽ ഒരു ഓപ്ഷൻ കൂടി ഈ പുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് റിയൽ ലൈഫ് അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. സോ റിയൽ ലൈഫുമായിട്ട് ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ ആവശ്യമുള്ള ചോദ്യങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നെക്സ്റ്റ് വൺ കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അസേർഷൻ റീസൺ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വെരി ഷോർട്ട് ആൻസർ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് തന്നെ PYQs ഉണ്ട്, NCERT എക്സൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്തരത്തിൽ ഓരോ ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടാണ് സൈലത്തിന്റെ മെറ്റീരിയലിനകത്ത് പ്ലേസ് ചെയ്യുന്നത്. സോ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, അതിന്റെ കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കുന്നു, അതിന്റെ ഫോർമുലാസ് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. സിമിലർ വേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ചോദ്യങ്ങൾ, അതിനകത്ത് MCQ ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, സിമിലർ വേ NCERT എക്സൈസ് ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, PYQ ക്വസ്റ്റ്യൻസ്. സോ ആ ടോപ്പിക്ക് പക്ക സെറ്റായി. ഇനി അതിനെപ്പറ്റി നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സെക്കൻഡ് ടോപ്പിക്കിലോട്ട് കിടക്കുന്നു. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഡൈപോൾ. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ്, എന്താണ് ഇലക്ട്രിക് ഡൈപോൾ, അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്ത കാര്യം അതിന്റെ ഫോർമുലാസ് കൃത്യമായി പഠിക്കുന്നു. നെക്സ്റ്റ് വൺ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതേ സിമിലർ വേ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ അസേർഷൻ റീസൺ ഉണ്ട്, NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യങ്ങളുണ്ട്, PYQ ഉണ്ട്. സോ ഇതെല്ലാം കംപ്ലീറ്റ്ലി വർക്ക്ഔട്ട് ചെയ്യുന്നു. എഗെയിൻ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കുന്നു. ഈ രീതിയിലാണ് ഈ പുസ്തകത്തിനകത്തുള്ള ഓരോ ടോപ്പിക്കുകളും പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പുസ്തകത്തിനകത്തുള്ള ഓരോ കോൺസെപ്റ്റുകളും അത്രയും ഈസി ആയിട്ട്, അത്രയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ആ കൂടുന്നത്. കാരണം നമുക്ക് ക്ലാസ് 12 CBSE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ വിരളമാണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡെറിവേഷൻസ് മാത്രമാണ്. സോ അതിനാൽ തന്നെ ഓരോ കുട്ടിയും ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതും വന്നിട്ടുള്ളതുമായ മാക്സിമം പോസിബിൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള PYQs പോലുള്ള ചോദ്യങ്ങൾ ഇനി വരുന്ന സമയത്ത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. സോ അതിന് നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന തരത്തിലുള്ള ഏറ്റവും എഫക്റ്റീവായ, ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് സൈലം നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. ഇത് ഫിസിക്സിന്റെ കാര്യം മാത്രമല്ല, ഫിസിക്സ് പോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളുടെ മെറ്റീരിയലും സൈലം സ്റ്റോറിൽ കറന്റ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് സൈലം സ്റ്റോറിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ അവസരം ഒരു കാരണവശാലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഏറ്റവും മികച്ച മാർക്കാണ് നിങ്ങൾക്ക് 12 CBSE സ്വപ്നം കാണുന്നതെങ്കിൽ അതിന് മറ്റൊരു ഗൈഡും നിങ്ങൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. സൈലത്തിന്റെ മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഏറ്റവും എക്സ്ക്ലൂസീവായ റീസെന്റ് PYQ കൂടി ഉൾപ്പെടുന്ന തരത്തിലുള്ള കിഡിലൻ മെറ്റീരിയൽ ആണ് സൈലം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് സൈലം സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ മക്കളെ, നമുക്ക് കാണാം. ഗംഭീരമായിട്ട് പഠിക്കുക, ഫിസിക്സ് തകർക്കുക. ഫിസിക്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകളും സൈലത്തിന്റെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് ഗംഭീരമായിട്ട് പഠിക്കുക. നമുക്ക് കാണാം.